നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീരദേശ ഹൈവേ കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ. അറബിക്കടലിനോട് സമാന്തരമായി പോകുന്ന 625 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആസൂത്രിത തീരദേശ ഹൈവേ ആണ് തിരുവനന്തപുരം കാസർഗോഡ് തീരദേശ ഹൈവേ. 14 മീറ്റർ വീതിയിലുള്ള റോഡാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇത് നിർദ്ദേശിക്കപ്പെടുകയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂരിലാണ് ഇത് അവസാനിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചെലവായി പറയുന്നത് 6500 കോടിയാണ്. ഇത് പൂർണ്ണമായും കേരള സർക്കാരാണ് വഹിക്കുന്നത്. കേരളത്തിലെ 9 ജില്ലകളിലൂടെ 625 കിലോമീറ്റർ ദൂരത്തിൽ കടന്നുപോകുന്ന തീരദേശ പാത തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ നിന്ന് ആരംഭിച്ച് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൂടെ കടന്നുപോകുന്നു. ഒടുവിൽ കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂരിൽ അവസാനിക്കുന്നു. നിലവിലെ ദേശീയപാത 66 സമാന്തരമായി പോകുന്ന ഈ ഹൈവേയിൽ സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഉണ്ടായിരിക്കും. പദ്ധതി പൂർത്തിയാകുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൈക്കിൾ പാതയുടെ പൂർത്തീകരണവുമാകും ഇത്. കാസർഗോഡ് തലപ്പാടിയിലെ 652.4 കിലോമീറ്റർ നീളമുള്ള സൈക്കിൾ പാത തിരുവനന്തപുരത്തെ പൂവാർ മുതൽ 8 ജില്ലകളിലൂടെ കടന്നുപോകും. കൂടാതെ ഫോർട്ട് കൊച്ചിയെയും എറണാകുളത്തെ വൈപ്പിൻ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന 2.5 കിലോമീറ്റർ അണ്ടർ വാട്ടർ ടണലും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 1993 തിരുവനന്തപുരത്തെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും ടൂറിസം അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ കേന്ദ്രം കൂടി ശുപാർശ ചെയ്തു. ഒടുവിൽ 2017 നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ NATPSC തയ്യാറാക്കിയ അലൈൻമെന്റ് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. നിലവിലുള്ള ദേശീയ പാതകളും സംസ്ഥാന പാതകളും പദ്ധതിയുടെ ഭാഗമാക്കിയും പുതിയവ നിർമ്മിച്ചും 3 ഘട്ടങ്ങളിലായാണ് തീരദേശ ഹൈവേ പദ്ധതി നടപ്പിലാക്കുന്നത്. 468 കിലോമീറ്റർ ഹൈവേ കേരള റോഡ് ഫണ്ട് ബോർഡ് KRFB നിർമ്മിക്കും. ശേഷിക്കുന്ന 155 കിലോമീറ്ററിൽ 120 കിലോമീറ്ററിന്റെ പ്രവൃത്തികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട തീരദേശ പ്രദേശങ്ങളെയും തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച ഭാരത്മാല പദ്ധതിയുടെ പരിധിയിൽ വരും. ശേഷിക്കുന്ന 35 കിലോമീറ്ററിലെ ജോലികൾ മറ്റ് പദ്ധതികളുടെ ഭാഗമായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത്. നിലവിൽ ഈ 625 കിലോമീറ്റർ റോഡിന്റെ കൂടുതൽ ഭാഗവും തദ്ദേശീയ ഗ്രാമീണ റോഡുകളും ബീച്ച് റോഡുകളുമായാണ് നിലനിൽക്കുന്നത്. ഇവിടങ്ങളിൽ വീതി കൂട്ടലിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പ് നടന്നു വരുന്നുണ്ട്. പല റീച്ചുകളിലും ജോലികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ചില സ്ഥലങ്ങളിൽ തദ്ദേശീയരുടെ എതിർപ്പ് കാരണം പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുമില്ല. മറ്റു ചിലയിടത്ത് സ്ഥലമേറ്റെടുത്തിട്ടും റോഡ് പണി തുടങ്ങാതെ ജനങ്ങൾ ദുരിതത്തിലുമാണ്. മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറേക്കര ഭാഗത്തെ പണികൾ പൂർണ്ണമായും കഴിഞ്ഞ് ഈ അടുത്ത് ഉദ്ഘാടനം കഴിയുകയും ചെയ്തിരുന്നു. പക്ഷെ പൂർണ്ണമായി ഈ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്നതിന് വ്യക്തമായ വിവരം ലഭ്യമല്ല. എന്തായാലും കേരളത്തിന്റെ തീരദേശങ്ങളിലെ ടൂറിസത്തിനും മത്സ്യബന്ധന വാണിജ്യ വ്യവസായ മേഖലയ്ക്കും ഒരു പുത്തൻ ഉണർവാകും ഈ പദ്ധതി എന്നത് നിസ്സംശയം പറയാം. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നിവിടെ. താങ്ക് യു ഫോർ ലിസണിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.